നമസ്കാരം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ലോകപ്രസിദ്ധമായ ബ്രാൻഡ് അഡിഡാസ് എന്നതിന്റെ ചരിത്രമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ജർമ്മനിയിലെ ഹെറോഗനോറാച്ച് എന്ന ചെറിയ പട്ടണത്തിൽ അഡോൾഫ് ആഡി ഡാസ്ലർ അമ്മയുടെ വസ്ത്രവറാനിയിൽ കായിക ചെരുപ്പുകൾ കൈവേലയായി തയ്യാറാക്കി തുടങ്ങി. പിന്നീട് സഹോദരൻ റൂഡോൾഫ് ഡാസ്ലർ കൂടെ ചേർന്ന് ഡാസ്ലർ ബ്രദേഴ്സ് ഷൂ ഫാക്ടറി സ്ഥാപിച്ചു. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ മഹാപ്രതിഭയായ ജെസ്സി ഓവൻസിന്റെ കാലിൽ ഡാസ്ലർ നിർമ്മിച്ച ചെരുപ്പുകൾ. അവിടെ നിന്നാണ് ബ്രാൻഡിന് ആഗോള ശ്രദ്ധ. സഹോദരന്മാർ തമ്മിൽ പിന്നീട് അഭിപ്രായ വ്യത്യാസം മൂലം വേർപിരിഞ്ഞു. റൂഡോൾഫ് പ്യൂമ തുടങ്ങിയപ്പോൾ 1949 ആഡി ഡാസ്ലർ അഡിഡാസ് എന്ന പേരിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തു. അതിനൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ളവർ ഇന്നും അറിയുന്ന 3 വരകൾ 3 സ്ട്രൈപ്സ് ബ്രാൻഡിന്റെ മുഖചിഹ്നമായി. 1954 ഫുട്ബോൾ ലോകകപ്പിൽ ജർമ്മൻ ടീമിന് അഡിഡാസിന്റെ നവീനമായ മാറ്റിക്കഴിപ്പിക്കാവുന്ന സുധികൾ ഉള്ള ബൂട്ടുകൾ വലിയ നേട്ടമൊരുക്കി. അതോടെ സ്പോർട്സ് ടെക്നോളജിയിൽ അഡിഡാസ് ശ്രദ്ധ നേടിനിന്നു. 1970കളിൽ ട്രിഫോയിൽ ദേ ലോഗോ അവതരിപ്പിച്ചു. പിന്നീട് പ്രകടനപരമായ ഹൈ പെർഫോമൻസ് ലൈനിനായി മലമുകളിനെ ഓർമ്മിപ്പിക്കുന്ന മൗണ്ടൻ ലോഗോയും വന്നുചേർന്നു. ട്രിഫോയിൽ ഇന്നും ലൈഫ് സ്റ്റൈൽ കളക്ഷന്റെ പ്രതീകമാണ്. 1980കളിൽ ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് റൺ DMCയുടെ മൈ അഡിഡാസ് എന്ന ഗാനം വഴിയെ അഡിഡാസ് സ്പോർട്സ് അപ്പാരൽ മാത്രമല്ല തെരുവ് ഫാഷന്റെ ഭാഗവും ആയി. കാലക്രമത്തിൽ കമ്പനി വിപുലമായി കായികത്തിലും സംസ്കാരത്തിലും ഫാഷനിലും അഡിഡാസ് പടിവാതിൽ പതിപ്പിച്ചു. 75 വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഇന്ന് ആയിരക്കണക്കിന് ജീവനക്കാരോടുകൂടി ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മനസ്സിൽ ഈ ബ്രാൻഡ് ഉറച്ച സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ പട്ടണത്തിലെ കൈവേലയായി ആരംഭിച്ച യാത്ര ഇന്ന് ലോകത്തിന്റെ മുകളിലെത്തിയ അഡിഡാസ് എന്ന പേരായി മാറിയിരിക്കുന്നു.